ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രകൃതി ഭംഗിക്ക് മാറ്റ് കൂട്ടുന്നൊരു വാട്ടർഫാൾ ഉണ്ട്. നമ്മൾ അധികം ആരും ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ളൊരു വാട്ടർഫാളാണ് കൊല്ലം അഞ്ചലിലെ ഓലിയരിക് വാട്ടർഫാൾ. ഇന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളും ആ ഒരു പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിക്കാം. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ ഫൈറ്റേഴ്സ്. പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലായിരുന്നപ്പോൾ വല്ലാത്തൊരാഗ്രഹം, ഒരു ഡ്രൈവ് പോയാലെന്നു. അങ്ങനെ അപ്പോൾ തന്നെ സിയെ വിളിച്ചു. അവനും വന്നു. അടുത്തൊരു കൺഫ്യൂഷൻ, ഇങ്ങോട്ട് പോകുമെന്നുള്ളത്. അപ്പോഴാണ് മുൻപ് രേഷ്മ ചേച്ചി പറഞ്ഞ ഒരു സ്ഥലം ഓർമ്മ വന്നത്. ഓലിയരിക് വാട്ടർഫാൾ അപ്പാര വ്യൂ ആണെന്ന് പറഞ്ഞു. ഉടനെ ചേച്ചിയെ വിളിച്ചു, ലൊക്കേഷൻ അയപ്പിച്ചു. നേരെ ഓലിയരിക് വാട്ടർഫാളിലേക്ക്. അഞ്ചൽ പുനലൂർ റൂട്ടിലെ മാവിള ജംഗ്ഷൻ, അവിടെ നിന്നൊരു 5 കിലോമീറ്റർ മാറിയാണ് ഓലിയരിക് വാട്ടർഫാൾ. നമ്മുടെ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അധികമാരും കണ്ടു കാണാനോ കേട്ട് കാണാനോ ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എന്നോട് ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇങ്ങനൊരു വാട്ടർഫാൾ നമ്മുടെ കൊല്ലത്തുണ്ടോ എന്നാണ് ഞാൻ ചേച്ചിയോട് ആദ്യം ചോദിച്ചത്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് താഴേക്കുള്ള വഴി. ആരും അങ്ങനെ വരാത്തതുകൊണ്ടാവാം, വഴിയൊന്നും വളരെ ഡെവലപ്ഡ് ഒന്നുമല്ല. പക്ഷെ മേലിലെത്തിയപ്പോഴുണ്ടല്ലോ നല്ല കുളിർമയാർന്നൊരു സൗണ്ട്. അപ്പോൾ തന്നെ ഉറപ്പിച്ചു, നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു അട്ടാറ് വ്യൂ ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇറങ്ങി തന്നെ കണ്ടു. വെള്ളത്തിന് നല്ല തണുപ്പാണ്. പക്ക എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. വെള്ളത്തിന് തണുപ്പ് കൂടാൻ കാര്യം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഫുള്ള് മരങ്ങൾ കവർ ചെയ്തിരിക്കുക. വെയിൽ ഇവിടെ അങ്ങനെ അധികം അടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോഴതുകൊണ്ടാവാം ഈ വെള്ളത്തിന് ഇത്ര തണുപ്പെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെയിൽ തട്ടാറില്ലല്ലോ. ഇന്നലെ മഴ പെയ്തുകൊണ്ട് വെള്ളം കലങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പം ഒരു ക്ലൈമറ്റ്, നല്ലൊരു ഫീല്, ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മേൽഭാഗത്താണ്. ഇനി താഴേക്ക് പോകാനുണ്ട്. പക്ഷേ പാറകളിലൊക്കെ നല്ല വഴുതലുണ്ട്. ചവിട്ടി നിൽക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ കല്ലട ആറിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് നിൽക്കണം. കാര്യം എന്ന് വെച്ചാൽ താഴെ ബാരിക്കേഡോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നേരെ അങ്ങ് താഴെ പോകാനാണ് ചാൻസ് അല്ല, താഴെ പോകും, ഉറപ്പാണ്. നമുക്കിനി താഴേക്ക് പോകാം. താഴെയാണ് ഹൈലൈറ്റ്. ചേച്ചി അന്ന് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു നിരാശ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിരുന്നു. കാര്യം ശരിയാണ്. ഇവിടെ നിന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഡിസ്റ്റർബൻസ് ആയിട്ട് വേറെ ഒന്നുമില്ല. ഞാനും സിഐയും മാത്രമേ ഉള്ളൂ. വേറെ ഒരു മനുഷ്യരും ഇവിടെ ഇല്ല. ഇനിയാണ് നമുക്ക് ഇവിടുത്തെ ഹൈലൈറ്റ് കാണേണ്ടത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിപ്പിക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞാൻ എന്തായാലും പറഞ്ഞു നശിപ്പിക്കുന്നില്ല. മഴ നമ്മളെ ചതിച്ചു. പ്രതീക്ഷിച്ചില്ല മഴ പെയ്യുന്നു. കാര്യം വെച്ചാൽ ഇവിടെ നല്ല രീതിക്ക് മഴ കിട്ടുന്ന ഏരിയ. പക്ഷേ വന്നപ്പോഴൊന്നും അങ്ങനൊരു കോളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും തിരിച്ചു പോകുന്നില്ല. എത്ര മഴ നനഞ്ഞാലും ഇത് മിസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വെള്ളം കുറേ കൂടി കലങ്ങിയിട്ടുണ്ട്. നല്ല ഒഴുക്കുമായി. ഇനി ഇതിലേക്ക് ഇറങ്ങുക
ഇറങ്ങി ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് നടക്കത്തില്ല. കാര്യം നല്ല രീതിക്ക് ഒഴുക്കായി. ഇനി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. പണ്ട് ആരോ പറഞ്ഞു കേട്ടൊരു ഓർമ്മയുണ്ട്, പ്രകൃതി വളരെ പെട്ടെന്നാണ് അതിൻ്റെ സ്വഭാവം മാറ്റുന്നതെന്ന്. കാര്യം ശരിയാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, നല്ല രീതിക്ക് ആസ്വദിച്ച് വന്നപ്പോൾ അത് തകർന്നു. ഇനി ഈ പാറകളിലൊക്കെ ഇറങ്ങുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കാര്യം തെറ്റലായിട്ടുണ്ട്. വെള്ളം ഒന്ന് വീണപ്പോൾ തന്നെ നല്ല രീതിക്ക് തെന്നുന്നുണ്ട്. ഈ വാട്ടർഫാളിനൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇവിടെ 2 തട്ടുകളാണ്. ഇതൊരു തട്ട്, പിന്നെ ഇതിൻ്റെ താഴെ, ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ നല്ല സൗകര്യം. 2 തട്ടുകളായതുകൊണ്ട് തന്നെ ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നുണ്ട്. ഇത്ര കണ്ട് ഭംഗിയും ഇത്ര സൗകര്യവും ഉണ്ടായിട്ട് ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ഹോപ്പ് എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് കാണാതെ പോകുന്നതെന്ന് അറിയാൻ മേല. പക്ഷെ നല്ലൊരു ഹോപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ യാത്രകളിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും യാത്ര ചെയ്യണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ അധികം ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കാണണമെന്ന് നമുക്ക് കൂടുതൽ ആഗ്രഹം തോന്നുന്നത് അല്ലേ? ഈ സ്ഥലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും തോന്നിയില്ലായിരുന്നു വരണമെന്നോ അങ്ങനെയൊന്നും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിവിടെ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു എനിക്ക്. കാര്യം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കുറച്ച് സമയങ്ങൾ മാത്രമേ നമുക്ക് ഫ്രീ ടൈം കിട്ടാറുള്ളൂ. അതിൽ കുറച്ചെങ്കിലും നമ്മളിങ്ങനെ കാഴ്ചകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതെല്ലാം പകർന്നു കൊടുക്കാൻ കഴിയും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.